ഓക്കെ, നമ്മൾ ഓരോ എഴുത്ത് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ഉണ്ട്. അതിങ്ങനെയാണ്: നമ്മൾ ഒരു പേപ്പറിനകത്ത് ഇങ്ങനെ നമ്മൾ ചില മണിക്കൂറുകൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഒരു താളത്തിലേക്ക് വരും. ഏതൊരു വാദ്യോപകരണം പഠിക്കുകയാണെങ്കിലും അതാദ്യം നമ്മുടെ കയ്യിലേക്ക് ലഭിക്കണമെന്നില്ല ആ പഠനം. എന്നാൽ ചില മാസങ്ങൾ, ആഴ്ചകൾ ആ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ കൈ ഒരു താളത്തിലായി വരും. ഒരു തബല പഠിക്കുന്ന ആളാണെങ്കിൽ ആദ്യമൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. കൈ വേദന ഉണ്ടാകും, വിരൽ വേദന ഉണ്ടാകും, മുട്ട് കൈ വേദനയ്ക്കും, അതുപോലെ തന്നെ കൈപ്പത്തി വേദനയ്ക്കും, വിരൽ വേദനയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എന്നാൽ അതുപോലെ തന്നെ ഒരു ചെണ്ട കൊട്ടുന്ന ആളാണെങ്കിൽ ആദ്യം പുളിമുട്ടിക്കൊണ്ട് കരിങ്കല്ലിലൊക്കെ താളം അടിച്ച് പഠിക്കണം. അപ്പോൾ കൈ ഒരു താളത്തിലായി വരും. അങ്ങനെ താളത്തിലായി വന്ന കൈ നല്ല ഒരു ഫ്ലെക്സിബിളായിട്ട് കിട്ടും. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ശരിയാകണമെന്നില്ല ആദ്യമൊന്നും, പതുക്കെ ഇത് ശരിയാകും. നിങ്ങൾക്ക് എത്രമാത്രം താല്പര്യമുണ്ടോ അതുപോലെയാണ് ഏതൊരു കലാമേഖലയും പഠിക്കാൻ കഴിയുന്നത്, ഇത് സ്വായത്തമാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ പ്രാക്ടീസാണ് അത് സ്വായത്തമാക്കുവാൻ കഴിയുന്നത്, ഇത് പഠിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്യുക. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ഭാഷ അല്ലെങ്കിൽ ഏതൊരു വാക്ക് എഴുതുകയാണെങ്കിലും അതിനൊക്കെ വളവ്, തിരിവ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ചെറുവിരൽ കുത്തിയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ താഴേക്ക് ബ്രഷ് വലിച്ചു കൊടുക്കണം. കുറച്ച് നോക്ക്, ചെറുവിരൽ കുത്തി പിടിച്ചിട്ട് അതൊരു ബാലൻസാണ്. ഒരു സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിക്കുന്ന ഒരാൾക്ക് ആദ്യം ബാലൻസ് കിട്ടണമെന്നില്ല. അതുപോലെ ബൈക്ക് പഠിക്കുന്ന ആൾക്ക്. അപ്പോൾ അതിനൊക്കെ ഒരു ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ എഴുത്തുന്ന ഒരു മേഖല പഠിക്കണമെങ്കിൽ നമ്മുടെ കൈകൾക്കൊരു ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറുവിരൽ കുത്തിപ്പിടിച്ച് പതുക്കെ നമ്മളിങ്ങനെ ലൈനിട്ട് താഴേക്ക് പഠിക്കാം. അപ്പോൾ കൈ ഒരു താളത്തിലേക്ക് വരും. വെച്ച് നോക്കാം നമുക്ക്. ആദ്യമൊക്കെ കൈ കുത്തിപ്പിടിക്കുക ചെയ്താൽ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകും. അപ്പോൾ അതിന് ഒരു ബാലൻസിന് വേണ്ടിയാണ് നമ്മൾ കൈ ഒന്ന് താങ്ങിക്കൊടുത്ത് ഒന്ന് കുത്തിപ്പിടിച്ച് ഒരു ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ആശാൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ പോയാൽ അദ്ദേഹം ചെയ്യുന്ന ചിത്രത്തിനോ ഇതുപോലുള്ള എഴുത്തുകൾക്കൊക്കെ സെക്കൻഡ് ചെയ്ത് നമ്മൾ പഠിക്കണം. സെക്കൻഡ്. ഇപ്പോൾ ഒരു ആൾ ഇങ്ങനെ വരച്ചു, ഒരു ഗുരു ഇങ്ങനെ വരച്ചു തന്നു, അതിൻ്റെ മുകളിൽ നമ്മൾ റീകോട്ടിങ്, രണ്ടാമത്തെ കോട്ട് പെയിൻ്റ് വെച്ച് ഇങ്ങനെ ചെയ്ത് ഒരു 6 മാസമാകുമ്പോൾ നമ്മുടെ കൈ ഒരു ഫ്ലെക്സിബിളായിട്ട് മാറും. അതിന് പകരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആരെ കീഴിലും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് കൈ ഫ്ലെക്സിബിളായിട്ട് വരും. ഓക്കെ, നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓരോ കോർണറുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ച് ഇനി എഴുതാൻ പോവാണ്. ഞാനിവിടെ ഒരു ലെറ്ററാണ് എഴുതുന്നത്. അത് ഞാനിവിടെ സ്കെയിൽ വെച്ച് ഒരു മാർക്ക് ചെയ്യുകയാണ്. ഞാൻ ചെറിയൊരു മാർക്ക് ചെയ്യുകയാണ്. ഒരു മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഞാൻ സ എന്നുള്ളൊരു അക്ഷരമാണ് എഴുതുന്നത്. അത് എഴുതാൻ ഉപയോഗിക്കുന്ന ബ്രഷ് നേരത്തെ പറഞ്ഞ നാച്ചുറൽ ബ്രഷാണ്. കുറച്ച് നീളം കൂടിയ ഏറുള്ള.
എഴുതാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രാക്ടീസിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാനിവിടെ എഴുതുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിമ്പൽ, നേരത്തെ പറഞ്ഞ പ്രാക്ടീസ് പോലെ നിങ്ങൾ ചെയ്യുക. ഞാൻ മുകളിൽ സാ എഴുതി അതിൻ്റെ താഴെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോ ഐഡിയകളും സിമ്പലുകളും വീണ്ടും കാണിക്കുകയാണ്. അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ പേപ്പറിനകത്ത് ഒന്നുകൂടെ നിങ്ങൾ എഴുതി കാണിക്കുകയാണ്. ഞാൻ 2 ലൈൻ കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നിങ്ങൾ എഴുതി കാണിക്കുക. നോക്കുക, ഇതിനകത്ത് നമ്പറാണ് എഴുതുന്നത്. നിങ്ങൾക്ക് കലണ്ടറൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകും കലണ്ടറൊക്കെ. ആ കലണ്ടറിലെ ലെറ്ററുകൾ നോക്കി. ഓക്കെ, ഞാനിവിടെ ഒരു നമ്പറാണ് എഴുതുന്നത്. കാണിക്കാം, എഴുതി കാണിക്കാം. ഓക്കെ, 28 എന്നുള്ളൊരു ലെറ്ററാണ് എഴുതാൻ ഏറ്റവും പ്രയാസം. 8, 6 അങ്ങനെയുള്ള ഓരോ ലെറ്ററുകളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ മെത്തേഡുകൾ, ആ സിമ്പൽ നമ്മൾ കൈവശമാക്കിയെങ്കിൽ മാത്രമേ, അത് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ലെറ്ററുകൾ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ പറഞ്ഞ ആ മെത്തേഡുകൾ നമ്മൾ ബോർഡ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ലെറ്ററുകൾ എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ അത് പഠിക്കാം എന്നുള്ള ചില കാര്യങ്ങൾ ആദ്യം കാണിച്ചു തന്നു. അപ്രകാരം ആ സിമ്പലുകൾ ഒക്കെ നിങ്ങൾ പഠിക്കുക, ട്രൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഈ 28 എന്നുള്ള ഈ ലെറ്റർ എഴുതി കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.